നമസ്കാരം. ബിഷപ്പും സഭയും പീഡിപ്പിക്കുന്ന കന്യാസ്ത്രീകൾ സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിലെ സാക്ഷികളായ 5 കന്യാസ്ത്രീകളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി പ്രതികാരം തീർക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. നവോത്ഥാനവും സ്ത്രീ തത്തുല്യതയും ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുന്ന സർക്കാർ 5 കന്യാസ്ത്രീകളെ സഹായിക്കുമോ അതോ ബിഷപ്പിനും സഭയ്ക്കുമൊപ്പം നിൽക്കുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ കന്യാസ്ത്രീകളുടെ ആവശ്യം സർക്കാരിനും ഇടതുമുന്നണിക്കും പുതിയ വെല്ലുവിളിയായി മാറും. മാത്രമല്ല, സഭാ നിലപാടിൽ ഉറച്ചു നിന്നാൽ 2ാം കന്യാസ്ത്രീ സമരം തന്നെ ഉണ്ടാകും. ഇങ്ങനെ കന്യാസ്ത്രീകൾ നീതിക്കായി വീണ്ടും തെരുവിൽ സമരം നടത്താനിടയായാൽ സർക്കാരിന്റെ നവോത്ഥാനത്തിനും സ്ത്രീ സമത്വ അവകാശങ്ങൾക്കും വൻ തിരിച്ചടിയാകും. അതായത് ശബരിമലയ്ക്ക് ശേഷം മറ്റൊരു വലിയ സാമുദായിക മതനീതിക്കുള്ള പോരാട്ടം കൂടി കേരളം കാണുന്നു. 5 കന്യാസ്ത്രീകളെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് മദർ സുപ്പീരിയറിന്റെ കത്ത് കിട്ടിയതിന് പിന്നാലെയാണ് 2 പേജ് നീളുന്ന പരാതിയുമായി ഇവർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയത്. ബിഷപ്പിനെതിരായ ബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. സമരത്തിന് മുന്നിൽ നിന്ന അനുപമയെ പഞ്ചാബിലേക്കും ജോസഫൈനെ ജാർഖണ്ഡിലേക്കും ആൽഫിയെ ബീഹാറിലേക്കും ആൻസീറ്റയെ കാൺപൂരിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. സ്ഥലം മാറ്റി തങ്ങളെ കൊന്നുകളയാൻ വരെ നീക്കം നടക്കുന്നതായി കന്യാസ്ത്രീകൾ പറയുന്നു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയെ സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത്. നിയമത്തിന്റെ പഴുതിലൂടെ ബിഷപ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും ബിഷപ്പിന്റെ ഇഷ്ടത്തിന് തുള്ളുന്നയാളാണ് മദർ സുപ്പീരിയർ എന്നും ആരോപിച്ചിട്ടുണ്ട്. കേസിലെ പ്രധാന സാക്ഷികളായി തങ്ങളെ സ്ഥലം മാറ്റുന്നതിലൂടെ ഒറ്റപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ബിഷപ്പ് ഫ്രാങ്കോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾ കേരളത്തിന് പുറത്തുപോയാൽ കേസിൽ ശരിയായ വിചാരണ പോലും നടക്കില്ലെന്നും നീതി കിട്ടില്ലെന്നും ഇവർ പറയുന്നു. പ്രധാന സാക്ഷികളായി തങ്ങളെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വേർപെടുത്തിയാൽ കന്യാസ്ത്രീകളായതിനാൽ കേസ് വിളിക്കുന്ന സമയത്ത് തങ്ങൾക്ക് സാക്ഷിമൊഴി നൽകാൻ കഴിയാതാകും. മാത്രമല്ല, കൊലപ്പെട്ടാൽ സാക്ഷി തന്നെ ഇല്ലാതാകും. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമാറ്റം സമ്മർദ്ദത്തിലാക്കാനാണെന്നും മഠത്തിൽ നിന്ന് ചികിത്സയ്ക്കും യാത്രയ്ക്കും പോലും പണം കിട്ടുന്നില്ല. അസാധാരണമായ ബുദ്ധിമുട്ടുകൾ നൽകി തങ്ങളിൽ ഉത്കണ്ഠയും ആദിയും വളർത്തി കേസ് ഒത്തുതീർപ്പിലെത്തിക്കുകയാണ് ലക്ഷ്യം. തങ്ങൾ ദുർബലരാണെന്നും ബിഷപ്പിന്റെ കരുത്തിന് മുന്നിൽ തങ്ങളുടെ കരുത്ത് ചോർന്നു പോകുമെന്നും സാധുക്കളായ ഈ 5 കന്യാസ്ത്രീമാരും പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.